വള്ളക്കടവിൽ നിന്ന് MS അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. അനീഷ്, മുല്ലപ്പെരിയാർ ഡാമിന്റെ തൊട്ട് താഴെ താമസിക്കുന്ന വണ്ടിപ്പെരിയാറിൽ നിന്നാണ് MS അനീഷ് കുമാർ ചേരുന്നത്. ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ തൊട്ട് കീഴെ താമസിക്കുന്ന ജനങ്ങൾ, അവിടെ മലയാളികളുണ്ട്, തമിഴ് വംശജരുണ്ട്. അവരുടെ ആശങ്കകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം നമ്മൾ ആ ഒരു ഭീതിയിൽ കഴിയുന്നവരല്ല. സുരക്ഷിതമായ സ്ഥലത്ത് വസിക്കുന്നുവെന്നൊരു ആശ്വാസത്തോടെ ജീവിക്കുന്നവർ അവിടെ ജീവിക്കുന്നു. അതായത് ഈ വണ്ടിപ്പെരിയാറിലും ചപ്പാത്തിലും വള്ളക്കടവിലുമൊക്കെ താമസിക്കുന്ന ആളുകളുടെ ഭീതി ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിന്റെ അപ്പുറമാണ്. അവിടുത്തെ ആളുകളുടെ പ്രതികരണം എങ്ങനെയാണ്? ഇപ്പോഴും ഈ സമരവുമായി, പ്രക്ഷോഭവുമായി അവർ രംഗത്ത് തന്നെയുണ്ടോ അനീഷ്? ടോമോ, ഈ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും ജലം പുറത്തേക്ക് ഒഴുക്കുമ്പോൾ ആദ്യം വരുന്ന പട്ടണം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയാവുന്ന ഇടമാണ് വണ്ടിപ്പെരിയാർ. നമ്മളിപ്പോൾ വണ്ടിപ്പെരിയാർ പാലത്തിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ കാണാം സാവധാനം ഒഴുകുന്ന പുഴ. പക്ഷേ ഈ മുല്ലപ്പെരിയാറിൽ നിന്നും വെള്ളം പുറത്തേക്ക് തുറന്നു വിടുമ്പോൾ ഈ പുഴയ്ക്ക് ഈ ഭാവമല്ല, രൗദ്രഭാവത്തിലേക്ക് പോകും. ഇരുകരകളിൽ ഉള്ള വീടുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാവുകയും നൂറുകണക്കിന് ആളുകൾ ദിവസങ്ങളോളം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറേണ്ട ഒരു അവസ്ഥ വരികയും ചെയ്യും. നമുക്ക് ഈ പാലത്തിന്റെ ഇവിടെ മറുവശത്തേക്ക് നോക്കിയാൽ നമുക്ക് ചില കാഴ്ച കാണാം. മഞ്ജുമല എന്ന ഭാഗമാണ് ആ ഭാഗത്തുള്ളത്. അവിടെ ഒരു മുകളിലായി ഏറ്റവും ഉയരമുള്ള ഒരു ബംഗ്ലാവ് ഉണ്ട്. വിദൂര ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ആ ബംഗ്ലാവാണ് ഇവിടുത്തെ മാർക്കായി റവന്യൂ വകുപ്പ് അല്ലെങ്കിൽ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും വെള്ളം പൊട്ടി ഒഴുകുകയാണെങ്കിൽ, അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിന് എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ ഏറ്റവും ഉയരത്തിൽ വെള്ളം വരുന്ന ഒരു കെട്ടിടമായി മാർക്ക് ചെയ്തിരിക്കുന്ന ഇടമാണ്. അതായത് അത്രയധികം പൊക്കത്തിൽ, എത്രയാൾ പൊക്കത്തിൽ എന്ന് പോലും പറയാൻ കഴിയാത്ത വിധം അത്രത്തോളം ഉയർന്ന രീതിയിലായിരിക്കും വെള്ളം പാഞ്ഞൊരുക. അതുകൊണ്ട് തന്നെ ആ വരുന്ന സഞ്ചാരപഥത്തിലുള്ള കാര്യങ്ങളെപ്പറ്റിയൊന്നും ചിന്തിക്കാൻ കൂടി പോലും കഴിയാത്തൊരു സാഹചര്യം. നമുക്കൊപ്പം എന്തായാലും നാട്ടുകാരുണ്ട്. അവരൊക്കെ തികച്ചും ആശങ്കാകുലരാണ്. കാരണം വലിയ പോരാട്ടങ്ങളൊക്കെ ഈ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നടന്ന മണ്ണുകൂടിയാണ്. അവരിലേക്ക് തന്നെ പോവാം. വീണ്ടും ഒരു ആശങ്ക ഉയരുകയാണ്. ഒരു വശം പറയുന്നു ആശങ്കയുടെ ആവശ്യമില്ല, ഡാം വലിയ ബലമുള്ളതാണ്. മറുവശം പറയുന്നു ഈ ഒരു ആശങ്കയുണ്ടെന്ന്. പക്ഷേ നൂറുകണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പട്ടണമാണ്, ഈ ഒരു ചെറു പട്ടണമാണ് വണ്ടിപ്പെരിയാർ. ഇവിടെ ഏത് രീതിയിലാണ് ഇത് ബാധിക്കുക? നിങ്ങളുടെ ആശങ്ക ഏത് രീതിയിലാണ്? അല്ല, ഞങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത് ഏതാണ്ട് 60 വർഷക്കാലം ഗ്യാരണ്ടി പറഞ്ഞിരിക്കുന്ന ഒരു ഡാമിന് 135 വർഷം പിന്നിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഡാം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന സുർക്കി നിർമ്മിതമായിട്ടുള്ള ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. ഈ മുല്ലപ്പെരിയാറിന്റെ തീരത്താണ് ഞാൻ ഉൾപ്പെടെയുള്ള ഇവിടെ പതിനായിരക്കണക്കിന് ആൾക്കാർ താമസിക്കുന്നത്. ഏതാണ്ട് 1950 കാലഘട്ടം മുതൽ ഇവിടെ താമസക്കാരായിട്ടുള്ളവർ ഉണ്ട്. പക്ഷേ ഈ മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം കൂടുന്ന സമയത്ത് 136 അടിയാകുമ്പോൾ തുറന്നു വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സർക്കാർ കോടതി അത് പറഞ്ഞുകൊണ്ട് 142 അടിയാക്കി ഉയർത്തിയിരിക്കുകയാണ്. അപ്പോഴും ഡാമിന് പഴക്കം ചെല്ലുന്തോറും ഇതിന്റെ ഡാമിലെ ജലം ഉയർത്തുമ്പോൾ ഞങ്ങൾക്ക് ആശങ്കയാണുള്ളത്. അതുപോലെ തന്നെ ഇപ്പോൾ 152 അടിയാക്കണം എന്നുള്ള നിലയ്ക്കാണ് തമിഴ്നാട് പറയുന്നത്. തമിഴ്നാട് നമ്മുടെ അയൽ സംസ്ഥാനമാണ്, സഹോദരങ്ങളാണ്, അവർക്ക് വെള്ളം കൊടുക്കണം, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവരുടെ ആശങ്ക അകറ്റണം. അതിനൊരു പുതിയ ഡാം എന്നുള്ളതാണ് ബദൽ സംവിധാനം. കാരണം അത്രയും വർഷം പഴക്കമുള്ളൊരു ഡാം നമ്മുടെ ഇവിടെ ഭൂചലനം ഉണ്ടാകുമ്പോൾ ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന ഒരു പ്രഭവ കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് അറിയപ്പെടുന്ന മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ്. അങ്ങനെയെങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ഏതാണ്ട് കുറേയേറെ ജില്ലകൾ ഇല്ലാതാകുകയും ചെയ്യും. ലക്ഷക്കണക്കിന് 40 ലക്ഷം ആൾക്കാർക്ക് മുകളിൽ മരണപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. പെട്ടിമുടിയും അതുപോലെ തന്നെ കുട്ടിക്കലും ഇപ്പോൾ ഇതേ തൊട്ടടുത്ത വയനാടും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഒരു മരണം സംഭവിച്ചിട്ടില്ല, ഒരു വിപത്ത് സംഭവിച്ചു കഴിഞ്ഞിട്ട് ഓടിയെത്തി അയ്യോ സഹായമായി ചെയ്യുന്ന അല്ല ശരി. പക്ഷേ ഇതിന് ഞങ്ങളെപ്പോലുള്ളവരുടെ ആശങ്ക അകർത്തുക, ഒരു പുതിയ ബദൽ ഡാം അവിടെ പണിയുക എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതാണ് ഞങ്ങളൊക്കെ ഒരു കാലവർഷമാകുമ്പോൾ മുല്ലപ്പെരിയാറ്റിൽ വെള്ളം കൂടുമ്പോൾ തമിഴ്നാട് വെള്ളം കൊണ്ടുപോകാത്തൊരവസ്ഥ വരും. അപ്പോൾ വെള്ളം കൂടുമ്പോൾ ഇതിലെ തുറന്നു വിടുക. ഈ തീരത്ത് താമസിക്കുന്നവർ എല്ലാവരുടെയും വീടുകളിൽ വെള്ളം കയറുകയും അവരുടെ പറമ്പും കൃഷിയും എല്ലാം നശിച്ചു പോകുന്നൊരു സാഹചര്യമുണ്ട്. കാലാകാലങ്ങളിൽ അനുഭവിക്കുന്നതാണ്. അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം തമിഴ്നാട് ഇതിലേക്ക് ഇപ്പോൾ കൊണ്ടുപോകുന്ന 2000, 1500 കനേഡി വെള്ളമാണെങ്കിൽ 10,000 കനേഡി വെള്ളം അവർ കൊണ്ടുപോകട്ടെ. അപ്പോൾ ഇവിടുത്തെ ആശങ്ക, ജനങ്ങളുടെ ആശങ്ക കുറയും. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങളുടെ ഇവിടുത്തെ ജനങ്ങളുടെ ആശങ്ക കുറയ്ക്കണം. അതിനു വേണ്ടിയിട്ട് അധികാരികൾ ഇടപെടണം എന്നുള്ളതാണ്. 2011 ഈ സമീപ പ്രദേശങ്ങളിൽ മാത്രം 26 ഭൂചലനങ്ങളാണ് ഉണ്ടായത്. 2011 അന്ന് വണ്ടിപ്പെരിയാറിലാണ് ആദ്യ സമരം തുടങ്ങിയത്. അവിടെ നിന്നാണ് ഈ സമരം കത്തിപ്പടർന്ന് മുന്നോട്ട് പോവുകയും ചെയ്തത്. ഇത് ആ സമരം ഉണ്ടായി, ആ സമരം വമ്പിച്ച് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ നമ്മുടെ 2018 വെള്ളപ്പൊക്കം നമ്മൾ കാണുമ്പോൾ ഈ പാലത്തിൽ മുട്ടാനായിട്ട് ഒരു 5 അടിയും കൂടി മതി. ഈ പാലം മുട്ടാൻ വേണ്ടി 5 അടിയും കൂടി. അപ്പം പെയ്ത്ത് വെള്ളവും തുറന്നു വിടുന്ന വെള്ളവും ഇത്രയും വരുമ്പം അതിനെന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത സംഭവമായി മാറും. അതിന് ആകെ ഞങ്ങൾ പറയുന്നത്
ഇതിനെ ഒന്നില്ലെങ്കിൽ ഡീകമ്മീഷൻ ചെയ്യുക, അതിനുള്ള പ്രതിവിധി കാണുക, ഇത്രയും ജനങ്ങളെ സംരക്ഷിക്കുക. അതായത് ഇത്രയും ജനങ്ങളെന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ഇപ്പൊ നിസ്സാര സംഭവമാണ് ഇവിടുത്തെ സംഭവം, വയനാട് സംഭവത്തിൽ നിസ്സാര സംഭവത്തിൽ 500 പേർക്ക് നമ്മൾ നഷ്ടപ്പെട്ടു നിൽക്കുക. അപ്പം ഇവിടെ ഈ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇവിടെ മരണം. ഇത് ഈ പിന്നെ കേരളം എന്ന് പറയുന്ന ഒരു 3/4 ഭാഗം ഇല്ലാതെ പോകും. അതിനെന്തെങ്കിലും ഒരു പ്രതിവിധി കാണണമെന്നാണ് ഞങ്ങളുടെ ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും അഭിപ്രായം. തമിഴ്നാടിന് വെള്ളം കൊണ്ടുപോകുന്നതിന് ആരും എതിരല്ല, നിങ്ങൾ ആരും എതിരല്ല. ഞങ്ങളാരും എതിരല്ല. അവർക്ക് വെള്ളം വേണം, ഞങ്ങൾക്ക് സുരക്ഷയും വേണം. ഇതാണ് ഞങ്ങളുടെ ജീവന് സുരക്ഷ വേണം. ജീവനും സ്വത്തിനും ഞങ്ങൾക്ക് സുരക്ഷ വേണം. അവര് വെള്ളം എത്ര വേണമെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ. ഞങ്ങൾക്ക് മറ്റ് ഇതിലുള്ള ഞങ്ങൾക്ക് ഭയങ്കര ആശങ്കയാണ്. ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഞങ്ങളെല്ലാം ഈ ആറ്റാർമാരോട് സംബന്ധിച്ച് കിടക്കുന്നവരാണ്. വണ്ടിപ്പെരിയാർ മേഖല ചുറ്റും കിടക്കുന്നവർ ഞങ്ങൾ. വണ്ടിപ്പെരിയാർ ആറ്റാറമ്പിലാണ് എല്ലാ താമസവും കൂടുതലും. അല്ലാതെ വേറെ താമസത്തിന് സൗകര്യമില്ല. ഇതൊക്കെ ഞങ്ങൾക്ക് താമസിക്കാൻ ഇപ്പോൾ ആറ്റാറമ്പുകൾ ഇപ്പോഴൊന്നുമല്ല. ഞാൻ ഏതാണ്ട് 60 വർഷം അടുത്തായി ഞാൻ ആറ്റാറമ്പിൽ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോഴേ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായി. ഈ മഴ വരുമ്പം എല്ലാം പെറുക്കി പോകേണ്ട, ഞങ്ങളെല്ലാം പെറുക്കി കെട്ടി പോകേണ്ട ഒരു സ്ഥിതിയാണ് വരുന്നത്. ഞങ്ങളെ എല്ലാ വർഷവും ഞങ്ങൾക്ക് ഈ ആവലാതി പറയുന്നതാണ്. മരുന്ന് മാധ്യമങ്ങളോടെല്ലാം ഞങ്ങൾ ഇത് സംസാരിക്കും. ഒരു വശത്ത് പറയുന്നത് പൊട്ടത്തൊന്നുമില്ല, വളരെ ശക്തിയുണ്ട്, കോൺക്രീറ്റ് ഒക്കെ ഇതുപോലെ ബലപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഡാം. വെറുതെ പറയുന്ന ഇതൊരു വാശിക്ക് അവർ പറയുന്നതാണെന്നാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. ഞങ്ങൾക്കറിയാം ഇത് പല വിധത്തിൽ ഞങ്ങൾ അടുത്ത് കിടക്കുന്നവരെ ഞങ്ങൾ പല രീതിയിൽ അവിടെ കണ്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. അതിനകത്തെ ഞങ്ങൾക്ക് മറ്റു വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഞങ്ങൾ അതനുസരിച്ചാണ് ഞങ്ങൾ പറയുന്നത്, തെറ്റായിട്ടല്ല. അവർക്ക് വെള്ളം കൊടുക്കണം. നമുക്ക് അതിനകത്ത് യാതൊരു പ്രശ്നമില്ല. വെള്ളം ആവശ്യത്തിന് കൊടുക്കട്ടെ. ഞങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം വേണം. ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ പറയുന്നവർക്ക് ഈ അകത്ത് പൊള്ളയായ കല്ലുകൾ തെളിഞ്ഞതും അടിയിലെ സുർക്കി ഒലിച്ചു പോയതൊന്നും നിങ്ങൾ ഇതൊക്കെ നേരിട്ട് കണ്ടിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്ക് അത് പറയാൻ നല്ലത് വേറെ ഒന്നുമില്ല. പിന്നെ മരിച്ചുപോയി കഴിഞ്ഞ പിന്നീട് നമുക്ക് കുറെ ദുരിതാശ്വാസം നടത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? നമുക്ക് തമിഴ്നാടിന് വെള്ളവും ഞങ്ങൾക്ക് ജീവനും വേണം, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ജീവൻ വേണം. ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്നതിന്. ഞങ്ങൾക്ക് ജീവൻ അത്രേ ഉള്ളൂ. മഴയൊക്കെ പെയ്ത രാത്രി കിടന്ന് തമിഴ്നാട്ടിൽ വെള്ളം കൊടുക്കാം. നമുക്ക് ഞങ്ങളുടെ വീടൊക്കെ കാപ്പാക്കണം. വെള്ളം കൊടുക്കുന്നതിനൊരു മടിയില്ല. ആരും മടി പറഞ്ഞു? ഇവിടെ ആരും മടി പറഞ്ഞിട്ടില്ല. വെള്ളം തരികയായിരുന്നു ആരെങ്കിലും ഈ ചാനലിലോ നിങ്ങളുടെ ഏതെങ്കിലും ചാനലിൽ ആരെങ്കിലും വെള്ളം തരികയെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇതിപ്പോ ഇത് മാത്രമല്ല പ്രശ്നം. ഈ നമുക്കിവിടെ ഉണ്ടാവുന്ന അപകടം പോലെ തന്നെ 4-5 ജില്ലകളിലേക്ക് തമിഴ്നാട്ടിലേക്ക് പിന്നെ വെള്ളം പോയില്ല. അതൊരു പ്രശ്നമല്ലേ? അതെ, അത് ഒരു കുഴപ്പവും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല. നല്ല അഭിപ്രായം വേണം. അത് ചെയ്തു തരണം. ബഹുമാനപ്പെട്ട സർക്കാരും മറ്റുള്ളവരും ഇടപെട്ട് ചെയ്തു തരണം. അവർക്ക് സേഫ്റ്റി, ഞങ്ങൾക്ക് സേഫ്റ്റി, തമിഴ്നാട്ടിൽ വെള്ളം. ഇത് ഇതാണ് ഞങ്ങൾ എല്ലാവരും ഒരു ആഗ്രഹം. സമാധാനമാണ് നമുക്ക് സമാധാനം, നാട് സമാധാനം വേണം. വെള്ളം അവർക്ക് തമിഴ്നാട്ടിൽ വെള്ളം കൊടുക്കണേ, നമ്മൾ വെള്ളം കൊടുക്കട്ടെ, ആവശ്യം പോകൊണ്ട് പോകട്ടെ. പക്ഷെ ഞങ്ങൾക്ക് സേഫ്റ്റി വേണം. സുരക്ഷ ഉണ്ടായിരിക്കണം. ഇതാണ് ഇപ്പം നമ്മളിപ്പോ തന്നെ പറയുമ്പോൾ ഈ വണ്ടിപ്പെരിയാറാണ് മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം അല്ലെ? നമ്മുടെ മഞ്ജുമല ബംഗ്ലാവ് അതാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഡാം പൊട്ടി അപകടം സംഭവിച്ചാൽ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയാണ് പറഞ്ഞത്. ഇത് നമ്മൾ തമിഴ്നാടിന് 8 ജില്ലയിൽ വെള്ളം കൊണ്ടുപോകുന്ന ഈ മുല്ലപ്പെരിയാറ്റിൽ നിന്നാണ് വെള്ളം കൊണ്ടുവന്നത്. ആ വെള്ളം നമുക്ക് കൊടുക്കാൻ യാതൊരു മടിയുമില്ല. ഇപ്പൊ ഇതിനകത്ത് ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ഇരു സർക്കാരും കൂടെ ഒന്ന് ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അവരും തമിഴ്നാടും പൈസ മുടക്കിക്കോട്ടെ, അവർക്ക് വെള്ളം ആവശ്യത്തിന് കൊണ്ടുപോയിക്കോട്ടെ, നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു ആശങ്ക ഒന്ന് പരിഹരിക്കണം. ഈ ഡാമിന്റെ തൊട്ട് താഴെയാണ് മുല്ലപ്പെരിയാർ. ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു അരമണിക്കൂർ വേണ്ട, 15 മിനിറ്റാവും വെള്ളം ഇവിടെ വരും. വണ്ടിപ്പെരിയാർ വരും. വണ്ടിപ്പെരിയാർ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഞങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ഇവിടെ LP സ്കൂള്, പിന്നെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളാണ് നമ്മൾ മാറ്റിപ്പാർപ്പിക്കാം. പക്ഷെ മാറ്റിപ്പാർപ്പിക്കാനായിട്ട് ഇവിടുത്തെ വൈദ്യുതികളൊക്കെ അന്നേരം നിലച്ചിരിക്കും. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടുത്തെ ഈ വണ്ടിപ്പെരിയാറിലെ മുഴുവൻ വൈദ്യുതി നിലച്ചു. ഡാമിലെ ഈ പാലത്തെ മുട്ടത്തക്ക രീതിയിൽ വെള്ളം കയറി കിടക്കുകയാണ്. എങ്ങോട്ട് പോകുമെന്ന് ഉള്ള ഒരു ആശങ്കയിലായിരുന്നു ഇവിടുത്തെ വണ്ടിപ്പെരിയാറിലെ ജനങ്ങളൊക്കെ. അത്ര ആശങ്കയായിരുന്നു. കാരണം വൈദ്യുതി ഇല്ല, 2-3 ദിവസമായിട്ട് വൈദ്യുതി ഇല്ല. കാരണം പോസ്റ്റൊക്കെ വീണ്, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, പോസ്റ്റും ഒക്കെ മറിഞ്ഞു വീണ്, പോസ്റ്റെല്ലാം ഒടിഞ്ഞതുകൊണ്ട് വൈദ്യുതി ഇല്ലാതായി. ഇപ്പൊ ഇരുട്ടിലാണ് പല വീടുകളിലും. ആറ്റുതീരത്ത് താമസിക്കുന്നവർക്ക് അവർ കൈ കിട്ടിയ സാധനം എടുത്തുകൊണ്ട് ക്യാമ്പിലേക്ക് മാറുകയായിരുന്നു. ദിവസങ്ങളോളം ക്യാമ്പിൽ കഴിയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇവിടെ. 2018 പൊട്ടിയില്ല, തുറന്നതേ ഉള്ളായിരുന്നു. ഇല്ല, ഞങ്ങൾക്കൊക്കെ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ്. കന്നുകാലി ഉൾപ്പെടെ എല്ലാം പോയി. ലാസ്റ്റ് നാട്ടുകാരെല്ലാം കൂടിയാണ് ഞങ്ങളെ സഹായിച്ചത്. ഉടുതുണി പോലും ഇല്ലാതെ ഒരു സാഹചര്യമാണ് ഞങ്ങൾക്ക് അന്നുണ്ടായത്. മൊത്തം പോയി. വീട് എന്റെ 3/4 ഭാഗം വെള്ളം കയറി നിന്നു. വീട്ടിന്റെ പുറവശത്തെ കഥക് ഒക്കെ ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. കോട്ടയത്തിന് പെണ്ണുമ്പിള്ളയെ കൊണ്ട് ആശുപത്രിയിൽ പോയിട്ട് വരുന്ന വഴിക്കാണ് വീട്ടിനകത്ത് കയറാൻ വയ്യാത്തൊരവസ്ഥയായി.
വന്നപ്പോൾ മണി 10-10:30 രാത്രി. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ ഞങ്ങളുടെ ഒരു ബയോഡേറ്റ്സും ഞങ്ങൾക്ക് കിട്ടിയില്ല. പിന്നെ എല്ലാം ഞാൻ ഓരോന്നായിട്ട് ഉണ്ടാക്കിയത്. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് ഞങ്ങളുടെ. ആളുകളുടെ സഹായം കൊണ്ട് ക്യാമ്പിൽ പോയാണ് ആദ്യം. ഇനിയിപ്പോൾ ഈ കണക്കിന് വല്ല ക്യാമ്പൊന്നും ഇവിടെ പോയ വലിയ ലക്ഷ്യമുണ്ടോ? ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഇതൊരു സുരക്ഷിതമായ ജീവിതമാണ് ഞങ്ങൾക്ക് വേണ്ടത്. അതിന് അവർ റീകൺസ്ട്രക്ഷൻ ചെയ്ത് ഒരു ഡാം പണി തീർക്കുവോ അല്ലെങ്കിൽ ടണൽ പണിത് വെള്ളം കൊണ്ടുപോകുമോ എങ്ങനെ വേണമെങ്കിലും ആയിക്കോട്ടെ, ഞങ്ങൾ ജീവനും സ്വത്തിനും ഞങ്ങൾക്ക് സംരക്ഷണം വേണം. അത് പോയി പറഞ്ഞ പോലെ അതെ. എൻ്റെ വീട് 15 വീട് വെള്ളപ്പൊക്കത്തിൽ പോയതാണ്. ഇത് പറയുമ്പോൾ 2 വീട് കെട്ടിയിട്ടുണ്ട്. പുള്ളിയുടെ ഈ സൈഡിലായിരിക്കുന്നത് വീട് എവിടെയായിട്ടായിരുന്നു? ഇതിന്റെ ഇതായിരുന്നു ആ കാണിച്ച എല്ലാ സാധനം പോയോ? പോയി. ടോം, ഇതാണ് കഴിഞ്ഞ 2018 മഹാപ്രളയം ഉണ്ടായപ്പോൾ അന്ന് ഡാം തകർന്നില്ല, ഡാമിന് എന്തെങ്കിലും കുഴപ്പങ്ങളും പറ്റിയില്ല. മുന്നറിയിപ്പില്ലാതെ വലിയ തോതിൽ അന്ന് വെള്ളം ഒഴുക്കിവിടുന്ന സാഹചര്യമായിരുന്നു. ഏതാണ്ട് ഈ പാലത്തിനടിയിലേക്ക് നമുക്ക് ഈ പാലവും ആ പുഴയും തമ്മിൽ കണ്ടാൽ തന്നെ അറിയാം എത്ര മീറ്റർ ഉയരത്തിലാണ് ഈ പാലവും പുഴയും ഉണ്ടായിരുന്നത്. അന്ന് അണക്കെട്ടിലെ വെള്ളം തുറന്നു വിട്ടപ്പോൾ മാത്രം ഈ പാലത്തോളം വെള്ളം എത്തിയെങ്കിൽ അണക്കെട്ടിൽ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ എവിടെ വരെ വെള്ളം എത്തുമെന്ന മാർക്ക് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു. ഇവിടെ നിന്നും കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള മഞ്ചുമലയിലെ ആ വലിയ ബംഗ്ലാവിന്റെ മുകൾ ഭാഗത്ത് വരെ വെള്ളം എത്തുന്ന കാഴ്ചയാണ്. അങ്ങനെയെങ്കിൽ ഈ പട്ടണമൊക്കെ ഭൂമിയിൽ നിന്നും തുടച്ചു നീക്കപ്പെടുന്ന ഒരു സാഹചര്യം. ഒരു ചെറുപട്ടണം എന്നും വിശേഷിപ്പിക്കുമ്പോൾ വളരെയേറെ ജനസാന്ദ്രതയുള്ള മേഖലയാണ്. സമീപത്തുള്ള തോട്ടം തൊഴിലാളികളും മറ്റുമൊക്കെയായ സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ തോട്ടത്തിന് പുറത്തുള്ള ഏറ്റവും വലിയ ജനവാസ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് സമാനതകളില്ലാത്ത ദുരിതമാവും ഈ മേഖലകളിൽ ഉണ്ടാവുക. ഒന്നും ബാക്കിയാവില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. അതുകൊണ്ട് ആശങ്കകളുണ്ട്. ആശങ്കകൾ പരിഹരിക്കാൻ ആവശ്യമായ നടപടികളാണ് ഭരണകൂടങ്ങൾ അടിയന്തരമായി കൈക്കൊള്ളേണ്ടത്. അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി ഭരണകൂടത്തിൽ മാത്രമാണ് ഇവർക്ക് പ്രതീക്ഷ. പക്ഷേ പലരും നിരാശയാണ് പങ്കുവച്ചത്. കാരണം കാലാകാലങ്ങളായി ഈ വിഷയം ഉന്നയിച്ച് സമരവും മറ്റു പല രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടും ഇവിടുത്തെ ഭരണകൂടത്തിന്റെ കണ്ണ് തുറന്നില്ല. ഒടുവിൽ ഇവർ ദൈവത്തോട് ഇപ്പൊ ഇന്നത്തെ സർവ്വമത പ്രാർത്ഥന അതായിരുന്നു. കാരണം രാഷ്ട്രീയ പാർട്ടികളോടോ ഇവിടുത്തെ നേതാക്കന്മാരോടോ ഭരണകൂടത്തോടോ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി പ്രാർത്ഥനയിൽ മാത്രമാണ് ആശ്രയം. ദൈവം രക്ഷിക്കട്ടെ, അല്ലെങ്കിൽ ദൈവം രക്ഷിക്കുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഈ ജനതയ്ക്കുള്ളത്. അതോടൊപ്പം നേരത്തെ ഈ സമരസമിതിയും ഇവിടുത്തെ നാട്ടുകാരും ചില നിർദ്ദേശങ്ങൾ കൂടി പങ്കുവച്ചിരുന്നു. എന്തായാലും ഈ ഡാം പൊളിച്ചു പണിയണം എന്ന ഒരു നിർദ്ദേശം തന്നെയുണ്ട്. പക്ഷേ അതുവരെയും, അതായത് ഡാം പണിയണമെങ്കിൽ, പൊളിച്ചു പണിയണമെങ്കിൽ, നിർമ്മിക്കണമെങ്കിൽ അതിന് ദീർഘനാൾ വേണ്ടിവരും. അതുവരെയും ഇവരുടെ സുരക്ഷ അതും ഒരു ചോദ്യചിഹ്നമാണ്. അതിനുവേണ്ട ചില നിർദ്ദേശങ്ങൾ കൂടി ഇവർക്ക് പറയാനുണ്ട്. എത്താം ഇടവേളയ്ക്ക് ശേഷം.